ഹലോ ഗൈസ്, ഞാൻ ഷമ്മാസ് തൗഫീഖ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും കേരള വിഷൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോവുമായിട്ടാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾക്കാദ്യം ഗൂഗിളിലേക്ക് പോയിട്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ സൈറ്റിലേക്ക് കയറാം. ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് മുകളിലുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സൈറ്റിലേക്ക് കയറും. കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ സൈറ്റിൽ ഓൾറെഡി കയറി. അതിൻ്റെ താഴെ കാണാം കസ്റ്റമർ ലോഗിൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കേണ്ട ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബ്രോഡ്ബാൻഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും അവർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിക്കുക. ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചത് കൊണ്ട് അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ലോഗിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ഐ ഡിയിലേക്ക് കയറി നമ്മുടെ സ്റ്റാറ്റസ് മൊത്തം ഇതിൽ കാണിക്കും. ഇനി എത്ര വാലിഡിറ്റി ഉണ്ട്, നമ്മൾ ചെയ്തത് ഏതാണ്, എക്സ്പയറി ഡേറ്റ് ഏതൊക്കെയാണെന്നൊക്കെ ഇതിൽ കാണിച്ചു തരും. അപ്പോൾ ഇപ്പോൾ ആവശ്യം പറഞ്ഞത് ചേഞ്ച് പാസ്വേഡാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ബാറിലായിട്ട് പ്ലാൻ, സെഷൻ, പർച്ചേസ്, കേസ്, റീചാർജ്, ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു പേജ് വരും. അതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ മൊത്തം അതിലായിട്ട് കാണിച്ചു തരും. അതിൻ്റെ താഴെ ഉണ്ടാവും ചേഞ്ച് ബ്രോഡ്ബാൻഡ് പാസ്വേഡ്, കൺഫേം ബ്രോഡ്ബാൻഡ് പാസ്വേഡ്. അതിൽ നിങ്ങളുടെ ഒരേ പാസ്വേഡ് തന്നെ രണ്ടിലും അടിച്ചു കൊടുക്കുക. എന്നിട്ട് സേവ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലിയർ ചെയ്ത് കൺഫേം ചെയ്ത് നമ്പറൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് അത് നമ്മളപ്പോൾ ഓർമ്മിച്ച് വെക്കുന്ന ഒരു നമ്പർ മാത്രം കൊടുക്കുക. കാരണം നിങ്ങൾ സ്വന്തം ഇത് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ സർവീസുകാർക്ക് ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ അത് വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.